അഫ്ഗാനിസ്ഥാനിലെ എഡ്യൂക്കേഷൻ എങ്ങനെയായി? വേറൊരു തരത്തിൽ ഇതിനെ മുഴുവൻ നിങ്ങളുടെ നോളജിനെ മൊത്തം അങ്ങ് കട്ടയിൽ ചെയ്തിട്ട് അക്കാഡമിക് രംഗത്ത് വരേണ്ട ആരാണ് നേരത്തെ തീരുമാനിക്കുക? ഇന്നയാൾ വരും, അയാൾ പറയുന്ന അപ്പൊ ചരിത്രം പഠിപ്പിക്കുന്ന അയാൾ പഠിപ്പിക്കുന്ന പോലെ. ഇതിനകത്ത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഫംഗ്ഷനിങ്ങിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു പങ്കുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്. എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്ത് കൂട്ടാൻ വെക്കണം, എന്ത് കറി വെക്കണം, എന്ത് കൃഷി ചെയ്യണമെന്ന് ഓരോ വീട്ടിലും കയറി സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് പോലെയല്ലേ? അതുപോലല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യ മൊത്തം ഒറ്റ ഉടുപ്പ് തയ്ച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കുക, എല്ലാവരും ഈ സൈസ് ഉടുപ്പിട്ടോണം. അതൊന്നും പറയുന്നത് ശരിയല്ല. അതൊക്കെ ഒരു മനസ്സിൽ നിന്ന് വരേണ്ട ഒരു വികാരമാണ്. ഞാനതാ പറഞ്ഞേ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സംഘടനകളുടെയും മുദ്രാവാക്യത്തിന്റെ ഏറ്റവും അവസാനമാണ് കേന്ദ്രം വരുന്നത്. ഞാൻ വളരെ ക്രിട്ടിക്കൽ, ഏറ്റവും അവസാനമല്ലേ വരേണ്ടത്? കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരം ഒരു സാമ്പത്തികമായ സ്ഥിതി ഉണ്ടാക്കുക. ഞാൻ മറ്റു കണക്കിന്റെ സാങ്കേതിക കണക്കുകളിലൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ അവർ അക്കാഡമിക് രംഗത്ത് ഇടപെടുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇടപെടുന്നു, നമ്മുടെ എല്ലാ ഫൈനാൻഷ്യൽ കാര്യത്തിലാണല്ലോ ഏറ്റവും പ്രധാനം. ഫിനാൻസ് ഉണ്ടെങ്കിലല്ലേ എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ നടക്കാൻ പറ്റും. ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനെതിരെ എത്രത്തോളം ഇനിയാണെങ്കിലും നിങ്ങൾ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തിയത്. അതോടുകൂടിയാണല്ലോ ഇന്ത്യയിൽ തന്നെ ഈ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ ആണ്. എത്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ വന്നിരുന്നു. ഫെഡറലിസം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ആദ്യം തൊട്ടേ കേരളത്തിൽ ആ കാര്യം നമ്മൾ എടുക്കുന്നുണ്ട്. അതിനകത്ത് കേരളം ഒരു ചാമ്പ്യൻ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിനകത്ത് ഫൈറ്റിൽ.